ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കുറേ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തുനിന്ന നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് പോലുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നോട്ടിഫിക്കേഷന് ഗസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9/4/2024. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15/5/2024. ഇപ്പോൾ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 63/2024 ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ. കേരള ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കുള്ള ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ തസ്തികയിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാക്കൻസി 115 20,280 മുതൽ 54,720 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറീൻ്റെ കേസിലുള്ള ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. 2/1/1984 മുതൽ 1/1/2006 വരെയാണ്. ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവർക്കാണ് ജനറൽ കാറ്റഗറീൻ്റെ കേസിൽ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങൾക്ക് അവർക്ക് അനുവദിച്ചിരിക്കുന്ന ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് ഈ ഒരു തസ്തികയിൽ ലഭിക്കുന്നതായിരിക്കുമെന്ന് കൃത്യമായിട്ട് തൊട്ടടുത്ത പോയിന്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ് എന്നാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എനി ബാച്ചലർ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഓർ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ഓഫ് ദ സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോർപ്പറേഷൻ ട്രെയിനിങ് കോഴ്സ് JDC കോഴ്സ്, അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തവർ, അതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതല്ലെങ്കിലോ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ ചെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 15/5/2024 ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 63/2024. കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഈ ഒരു തസ്തികയിലേക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ധാരാളം വാക്കൻസീസ് ഒക്കെ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ കേരള പി എസ് സി പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.